സ്റ്റേഡിയത്തിലേക്ക് കയറുന്നു. അപ്പം സ്റ്റേഡിയത്തിലേക്ക് കയറുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം, ഒരു രൂപയുടെ ഒരു കോയിൻ പോലും അവര് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് നേരെ നമ്മുടെ കയ്യും വീശിയാണ് നമ്മൾ പോകുന്നത്. നേരെ സ്റ്റേഡിയത്തിനുള്ളിൽ ചെല്ലുന്നു. അപ്പോ എനിക്കൊന്ന് VVIP ആൻഡ് VIP സ്റ്റാൻഡിലൊക്കെ അവർക്ക് അവിടെ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ അവൈലബിൾ ആണ് എന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഞാൻ ഇതുവരെ അവിടെ പോയി ഇരുന്നിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ പോയി ഇരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ അവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടോ നമുക്ക് അവിടെ പോയിരിക്കാൻ യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വേറൊരു സ്റ്റാൻഡിൽ ഇരുന്ന് കളി കണ്ടാൽ കൊള്ളാമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പറ്റില്ല. ടിക്കറ്റ് വരുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ ഈസ്റ്റ് ഗ്യാലറിയിലേക്ക് ടിക്കറ്റ് എടുക്കും എന്നുള്ളതാണ്. കാരണം അതാണ് നമ്മളുടെ മൈൻഡ്. നമ്മളും 199 എങ്കിൽ 199 രൂപ കൊടുത്തിട്ട് തന്നെയാണ് ഈസ്റ്റ് ഗ്യാലറിയിൽ പോയിരിക്കുന്നത്. സോ ISL നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ചെറിയ സ്നാക്സും അതേപോലെ വെള്ളമൊക്കെ വാങ്ങാനുള്ള ചെറിയ സ്റ്റാളൊക്കെ ഉണ്ടാവാറുണ്ട്. ബിസ്ലറിയുടെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ സ്റ്റാളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ നാഷണൽ ഗെയിമിന്റെ സമയത്ത്, അതായത് നാഷണൽ ടീമിന്റെ കളി നടന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം വാങ്ങാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ വാട്ടർ ക്യാൻ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വാട്ടർ ക്യാനിൽ അവരൊരു ചെറിയ കപ്പ് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകളും ഈ ഈസ്റ്റ് ഗ്യാലറി ഫില്ലായിരുന്നു. അത്രയും ആളുകളും ആ വാട്ടർ ക്യാൻ്റെ അടുത്ത് പോയിട്ട് വട്ടത്തിൽ നിൽക്കുക. അപ്പൊ അവിടുന്ന് എങ്ങനെ വെള്ളം കിട്ടാനാണ്? പിന്നെ ഇത് എന്ത് വെള്ളമാണ് കൊണ്ടുവച്ചേക്കുന്നതെന്ന് ആർക്കറിയാം?